അമ്മേ തോർത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തോർത്താണ്. അപ്പോൾ ഒരു തോർത്തിനെ എങ്ങനെ നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഇപ്പൊ നമ്മള് സിമെന്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സിമെന്റ് മാത്രം എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക, ഗ്രൗട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ആ സിമെന്റിനകത്തേക്ക് ഒരു പഴയ തോർത്ത് അല്ലെങ്കിൽ ഒരു ടർക്കി എടുത്താൽ മതി. അതെടുത്തിട്ട് നല്ലപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ നമ്മൾ മോൾഡായിട്ട് എടുക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് പഴയ ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ്. ഇതുപോലൊരു PVC പൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് ഹാങ് ചെയ്തിടാൻ പറ്റുന്നത് അങ്ങനെ ഒരു സംഭവം കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ PVC പൈപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ഇടുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ഗ്രൗട്ടിൽ മുക്കി വെച്ചിരിക്കുന്ന തോർത്തുണ്ടല്ലോ, ആ തോർത്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് നമുക്ക് നമ്മുടെ ഈ ഗ്രൗട്ട് ഉണ്ടല്ലോ, ഈ ഗ്രൗട്ട് ഇതിൻ്റെ പുറത്ത് ഈ ബേസിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം ബേസ് കുറച്ചുകൂടി കട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കുക. 24 മണിക്കൂർ ഇരിക്കണം സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇതിനിടക്ക് നമ്മളൊന്ന് ഗ്രൗട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് ജസ്റ്റ് ഉണങ്ങി വരുമ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും ചെറുതായിട്ടൊന്ന് ഗ്രൗട്ട് പുറമെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇതിന് അത്ര അങ്ങോട്ട് ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊരു 1 വർഷം നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ടർക്കി കൊണ്ട് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോയി, മീൻസ് തുണി മൊത്തം പിരിഞ്ഞിപ്പോയി. അപ്പോൾ ഇതിന് ഡ്യൂറബിലിറ്റി അധികം കിട്ടത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ തോർത്ത് കൊണ്ടുള്ള ചെടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിന് പെയിന്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചട്ടി കണ്ടില്ലേ, ഈ ചട്ടി ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. കാരണം ഞാനിതൊരു ഇൻഡോർ പോട്ടായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അത്ര അങ്ങോട്ടൊരു ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല. മാത്രമല്ല നമ്മളിതിന് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ വെള്ളം കപ്പ് കൊണ്ട് കോരി ഒഴിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഡ്യൂറബിലിറ്റി കിട്ടും. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അതൊരു 1 വർഷത്തോളം നിന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടർക്കി പിഞ്ചി പോവുകയാണ് ചെയ്തത്. ഒരു 3-4 പീസായിട്ട് അത് പോയി. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ചെടിച്ചട്ടി പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പെയിൻറ്റും പാട്ടയോ കുറച്ച് വലിപ്പമുള്ള പ്ലാസ്റ്റിക് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഡ്രെയിനേജിന് വേണ്ടിയുള്ള ഹോൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റിൽ കൂടുതൽ തിന്നർ ചേർത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ബ്രിസ്റ്റൽസിൻ്റെ പാട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം വൈറ്റ് ഭിത്തിയാണ് എൻ്റെ റൂമിലുള്ളത്. അപ്പോൾ ബ്ലാക്ക് കുറച്ച് നല്ലതായിരിക്കും, അതിലൊരു ടെക്സ്ചറും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതേ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ചെടി വെക്കാം. അപ്പോൾ നമ്മൾ അതിൽ വെക്കാൻ പോകുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് അതായതാണ് ഫിലാഡെൻഡ്രോൺ ബേൾമാക്സ് ആണ്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒരു കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്, പക്ഷേ വലിയ പ്രോബ്ലം ഒന്നുമില്ല. സാധാരണ സൺലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വലിയ വിഷയമില്ല.
അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം.